പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് മുഖ്യ കഥാപാത്രമായി ലാലേട്ടനും ഒന്നിച്ചെത്തിയ സിനിമയാണ് ബബ്ബബ എന്ന ചിത്രം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു എന്നുവേണ്ട പ്രമുഖ താരങ്ങൾ ഒന്നിച്ച് അണിനിരന്ന് ഗോകുലം മൂവീസ് ഇറക്കിയ ചിത്രം ശനിയാഴ്ച ദിവസം സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളത്തിൽ നിന്ന് ശനിയാഴ്ച ദിവസം 3,40,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരള കളക്ഷൻ 14,20,00,000 ചെന്നെത്തിയിരിക്കുന്നു. ദിലീപ് ചിത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം ഈ 14,20,00,000 എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. ആകെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി 14,20,00,000 നേടുക എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ച് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും അങ്ങനെ നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ലാലേട്ടനും ഒന്നിച്ച് അഭിനയിച്ചു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 15,55,00,000 രൂപയാണ്. 15,55,00,000 സ്റ്റേറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് 20,00,000 രൂപയാണ്. അങ്ങനെ കർണാടക കളക്ഷൻ 80,00,000 ചെന്ന് നിൽക്കുന്നു. ഇന്നുകൊണ്ട് കർണാടക കളക്ഷൻ 1 കോടി പിന്നിട്ടു. ആന്ധ്ര 2,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആന്ധ്ര കളക്ഷൻ എന്ന് പറയുന്നത് 8,00,000 രൂപയിലേക്ക് ചെന്ന് നിൽക്കുന്നു. തമിഴ്നാട് കളക്ഷൻ ടോട്ടൽ കളക്ഷൻ 31,00,000 ചെന്ന് നിൽക്കുന്നു. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 5,00,000 രൂപ കളക്ട് ചെയ്ത ചിത്രം ഹിന്ദി ബെൽറ്റിൽ നിന്ന് 16,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ 15,55,00,000 രൂപ. കേരള കളക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ 3,40,00,000 രൂപ. അങ്ങനെ 15,55,00,000 ചിത്രം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളം ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴത്തെ പ്രിൻ്റ് വെച്ച് കർണാടകത്തിലൊക്കെയായിരുന്നു വമ്പൻ കളക്ഷൻ നേരിടേണ്ടത്. ആ കളക്ഷൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തന്നെ ചിത്രത്തെ സംബന്ധിച്ചുള്ള വളരെയധികം നെഗറ്റീവും ഡീഗ്രേഡിങ്ങും ഒക്കെ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കഥയില്ലായ്മ ഒരു പ്രശ്നമാണല്ലോ ഈ ചിത്രത്തിൽ. അതും ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷനുമായിട്ടാണ് ഈ ഡീഗ്രേഡിന് ഇടയിലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷനുമായിട്ടാണ് ഇത് മുന്നേറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഓവർസീസ് കളക്ഷനായിട്ട് 15,20,00,000 രൂപയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. ടോട്ടൽ അങ്ങനെ 30,75,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് 30,75,00,000 നേടുക എന്ന് പറയുന്ന ഒരു ചിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു ദിലീപ് ചിത്രം. എനിക്കൊന്ന് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ തന്നെ 30 കോടിക്ക് താഴെയാണെന്ന് തോന്നുന്നു. ആ കളക്ഷൻ തന്നെ 3 ദിവസം കൊണ്ട് ചിത്രം നേടി എന്ന് പറയുമ്പോൾ വമ്പൻ മുന്നേറ്റം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഒരു അവിഭാജ്യ ഘടകം നമ്മളെപ്പോഴും പറയുന്ന പോലെ ലാലേട്ടൻ്റെ ഒരു പങ്ക് തന്നെയാണ്. അതാണ് ഈ വമ്പൻ കളക്ഷനുള്ള കാരണം തന്നെ. അങ്ങനെ 30,70,00,000 നേടുന്ന ഈ ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 8 കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച ദിവസമാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഞായറാഴ്ച കാണുന്ന ആ കളക്ഷൻ ട്രെൻഡ് ഇതിന് കാണുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് പോകുന്നത്. ഏകദേശം 4,000-5,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നു എന്നേ ഉള്ളൂ. ഞായറാഴ്ച ദിവസം സാധാരണ ഒരു റിലീഫ് ചിത്രങ്ങളിലേക്ക് അപേക്ഷിച്ച് വമ്പൻ കളക്ഷൻ മുന്നേറുന്ന കാഴ്ചയാണ്. പക്ഷേ ആ കളക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നില്ല. എന്നാലും ആവറേജ് സ്റ്റഡി കളക്ഷൻ മുന്നേറുന്ന കാഴ്ച തന്നെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച കൊണ്ട് ഇത് 50 കോടി കടക്കുമെന്ന്. 2-3 ദിവസത്തിനുള്ളിൽ ഇത് 50 കോടി കടക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ ദിലീപിൻ്റെ ചിത്രം പലരും ഇപ്പം തന്നെ പറയുന്നു ദിലീപിൻ്റെ ചിത്രം പൊട്ടി, വമ്പൻ പരാജയം എന്നൊക്കെ പറയുന്നെങ്കിലും അത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് പറയുന്നില്ല. കാരണം ഇതിപ്പോഴും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടുന്നുണ്ട്. കേരളത്തിലെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ 3,40,00,000 രൂപ. ഒരു പൊട്ടിയ ചിത്രത്തെ സംബന്ധിച്ച് അതൊന്നും നമ്മൾ കാണുന്നതല്ല. 3,40,00,000 രൂപ ഇന്നും ഏകദേശം ആ റേഞ്ച് കളക്ഷൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണും. അങ്ങനെ
കേരള കളക്ഷൻ ഇന്നുകൊണ്ട് 18 കോടിയിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് ചിത്രം മുന്നേറുന്ന കാഴ്ച തന്നെ നമ്മൾ കാണുന്നുണ്ട്. ബബ്ബബ്ബ എന്ന ചിത്രം, ഇതിന് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ കളക്ഷൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്കര നെഗറ്റീവ് നേരിടുന്ന ഈ സമയത്തും ലാലേട്ടൻ എന്ന് പറയുന്ന ഫാക്ടർ ഇത് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ പവർ, ലാലേട്ടനെ കാണാൻ വേണ്ടി ആൾക്കാർ തിക്കി തീർന്നു. ഇതൊക്കെ തന്നെയാണ് ചിത്രത്തിന് പോസിറ്റീവായിട്ട് അനുകൂലമായ ഒരു ഘടകം. അതുതന്നെയാണല്ലോ അവർ പ്രതീക്ഷിച്ചത്. അപ്പം ഇന്നത്തെ കളക്ഷൻ അല്പം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിനുവേണ്ടി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.